പക്കാ മാസ് എന്റർടൈൻമെന്റ് പടമാണ്. അട്ടി എന്നൊക്കെ പറഞ്ഞ ഇഞ്ചാടി എൻ്റെ മോനെ ഒരു കിൻഡിലുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങയുടെ അടി ഫൈറ്റ് ഒക്കെ പണം തല്ലിമാലയൊക്കെ തോറ്റ അമ്മാതിരി ഇടിയാണ്. അതിന്റെ പീക്ക് പടമാണ്. ഈ പടത്തിനെ പറ്റി പറയാൻ അത്രയ്ക്ക് മാത്രം പൊളിച്ച് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ആ ഒരു ഓഡിയൻസിനകത്തിരുന്ന ആ ഒരു വൈബിൽ കണ്ടാൽ മാത്രമേ പടം. കുമ്പളക്കറിയപ്പോൾ അങ്ങനത്തെ ക്യാരക്ടർ, ഇതിറങ്ങിയപ്പോൾ ഇത് വേറൊരു ക്യാരക്ടർ, എങ്ങനെ പറയണമെന്ന് അറിയില്ല. മോഹൻലാലും മമ്മൂട്ടി പോയി കഴിഞ്ഞാൽ അടുത്ത ജനപ്രിയനല്ല നമ്മുടെ താരം എന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിലാണ്. ഒരു രക്ഷയില്ല, പടം പൊളി. ഇനി തിയേറ്ററിൽ വന്ന് കാണുന്നവരെല്ലാം തിയേറ്ററിൽ വന്ന് കണ്ടോ. ഈ പടത്തിനെ പറ്റി പറയാൻ അത്രയ്ക്ക് മാത്രം പൊളിച്ച് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എടുത്തു പറഞ്ഞ ഇഷ്ടമുണ്ടായിരുന്നു. നല്ല അഭിനയമാണ്, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക്. ഫഹദ് ഫാസിലിന്റെ പടം കണ്ടത് ഞാൻ ഇന്ന് ഇവിടെ ആരാണ്. മോഹൻലാലും മമ്മൂട്ടി പോയി കഴിഞ്ഞാൽ അടുത്ത ജനപ്രിയനല്ല നമ്മുടെ താരം എന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിലാണ്. എൻ്റെ വിട്ട് മാസ് പടം നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു അതിൻ്റെ 10 ഇരട്ടിയാണ് പടം. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ച്. നമ്മൾ തമിഴ് തെലുങ്ക് മാസ് പടങ്ങൾ കണ്ട ഈ നമ്മുടെ മലയാളി ഓഡിയൻസിന് ഒരു ട്രീറ്റാണ് ജിത്തു മാധവൻ ചെയ്ത് വെച്ചിട്ടുള്ള ഔട്ട് സാധനം. അട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇഞ്ചാടി എൻ്റെ മോനെ ഒരു കിൻഡിലുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങയുടെ അടി ഫൈറ്റ് ഒക്കെ. കാരണം അത്ര ഹെവി സാധനം. മലയാളത്തിൽ ഇതുപോലൊരു സാധനം ഇനി വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. അത്ര ഗംഭീരമായിട്ട് മ്യൂസിക് സുഷിൻ ചാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈറ്റ് എല്ലാം ടോപ്പ് നോച്ച്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പക്ക മാസ് തന്നെയാണ്. മാസ് അടിക്ക് എല്ലാം ഉണ്ട്. ഇത് പാക്ഡ് പടം. ഇമോഷൻ കണക്ട് വരുന്നുണ്ട്. വെൽ കുക്ക്ഡായിട്ട് പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് പൊളിപ്പണം തല്ലിമാലയൊക്കെ തോറ്റ അമ്മാതിരി ഇടിയാണ്. അതിന്റെ പീക്ക് പടമാണ്. പീക്ക് പടം ക്ലൈമാക്സിന്റെ ഫൈറ്റ് കോമഡിയാണ്, നൈസാണ്, കിട്ടില്ല. യൂത്തിന് ചേർന്ന ഒരു പടമാണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ടൈപ്പ് പടമല്ല. ഫഹദ് ഫാസിൽ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ പക്കാ മാസ് എന്റർടൈൻമെന്റ് പടമാണ്. നേരിട്ട് ഹിപ്സ്റ്ററും പിന്നെ മറ്റേ ആ ബാക്കി രണ്ടുപേരും അവർ നല്ല സെറ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മറ്റേ ഇതിലുള്ളതല്ലൊന്നുമല്ല, അവർ മൂന്ന് നല്ല സൂപ്പറായിരുന്നു. പിന്നെ എടുത്ത് പറയാനുള്ള ഫഹദ് ഫാസിലിന്റെ അഭിനയം തന്നെയാണ്. പിന്നെ ജിത്തു മാധവൻ നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. മറ്റേ ഈ രോമാഞ്ചം അതിനെ കാട്ടി ഇഷ്ടപ്പെട്ടു പടം. പിന്നെ ഈ ലാസ്റ്റ് കുറച്ച് ഇമോഷണൽ ഇതൊക്കെ ഉണ്ട്. പക്ഷെ പടം മൊത്തത്തിൽ എടുത്ത് നോക്കണമെങ്കിൽ പക്കാ മാസ് എന്റർടൈൻമെന്റ് ആണ് പടം. അടിപൊളി. വൺ മാൻ ഷോ ഒരു രക്ഷയില്ല, എല്ലാവരും പൊളിച്ചെടുക്കണം. അതിന്റെ എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഇപ്പം മറ്റേ ഇപ്പൊ കുമ്പളക്കറിയപ്പോൾ അങ്ങനത്തെ ക്യാരക്ടർ, ഇതിറങ്ങിയപ്പോൾ ഇത് വേറൊരു ക്യാരക്ടർ, എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഒരു കണക്ഷൻ ഇല്ല ഇത് തമ്മിൽ. അടിപൊളി രക്ഷ. പടം നന്നായിരുന്നു. കാരണം ഫഹദ് ഫാസിലിനൊരു വലിയൊരു പൂന്ത് വിളയാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. പടം അത്രയ്ക്കും, അതായത് ഒരു പക്ക കൊമേഴ്ഷ്യൽ മൂവിയായിരുന്നു.